ഓക്കെ, കാർത്തിക് ഉണ്ട്. കാർത്തിക് Sir. കാർത്തിക്, ഇന്നലെ വി ഹാവ് ബീൻ ഡിസ്കസിങ് എ ന്യൂമറിക്കൽ. അതിന്റെ ആൻസർ എന്ന് പറയാം. സ്ലിപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു. തിയററ്റിക്കൽ ഡിസ്ചാർജ്, സ്ലിപ്പും പവർ. These three were the required data that you were supposed to find out. Tell me the value. Q theoretical എത്ര കിട്ടിയേ? ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ കാർത്തിക്? Yes, sir. മുഹമ്മദ് ലാദിൻ? മുഹമ്മദ് ലാദിൻ സാർ അതിന്റെ വാല്യൂ അറിയാം? Q theoretical value. മുഹമ്മദ് ഷഹസാദ്? ഷഹസാദ് ഉണ്ടോ? ഷഹസാദ് ഉണ്ടോ? ഷഹസാദ് സാർ ഷഹസാദ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ഇല്ല. മുഹമ്മദ് ഫർദീൻ? ഫർദീൻ ഉണ്ടോ? ഫർദീൻ സാർ ചെയ്തിനാ? ഇല്ല സാർ. ചെയ്ത് ഉണ്ടോ? യെസും ഓർണോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഇല്ല. നിഷാഖ് ഉണ്ടോ? നിഷാഖ് നിഷാഖ് ചെയ്തിനാ? ആൻസർ ഒന്ന് പറയാം. ആൻസർ പറയൊന്ന്. Sir, 0.0167. Q theoretical, very good. Correct answer now. Which is 0.0167 meter cube per second. Correct. So you have Q theoretical, Q actual. Now tell me slip. Slip in the value എത്ര കിട്ടിയ? 7 into 10 raised to minus 4. 7 into 10 raised to minus 4. 7 into 10 raised to minus 4 അല്ലല്ലോ. 0.7 into 10 raised to minus 4 ആണോ? Value 0.009. 40 followed by a 9 meter cube per second. Okay, have you found out power, the value of power? 4095.675. അത്രയും എന്താണ് യൂണിറ്റ്? What? 40 കൂടി പറഞ്ഞു. 40 90.675. 9 ആണോ അതോ 90 ആണോ? 95. 40 95.67 ആണ്. 675. 675 watts. Okay. Answer. Okay, power വാട്ട്സിലാണ്. അത് ഒന്നിക്കൽ കിലോ വാട്ട്സിൽ എഴുതാം. കിലോ വാട്ട്സിൽ എഴുതുന്നെങ്കിൽ ഡിവൈഡ് ബൈ 1000 ചെയ്താൽ മതി. ഓക്കെ, 1000 ചെയ്താൽ 4.095 വരും. ഓക്കെ, ഇറ്റ്സ് ഓൾമോസ്റ്റ് കറക്റ്റ്. വെരി ഗുഡ്. ഇപ്പൊ ആൻസർ പറഞ്ഞ വ്യക്തി ആരായിരുന്നു? നിഷാഖ് അല്ല? ഇല്ല, നിഷാഖ് അല്ല ആൻസർ പറഞ്ഞ. Sir. ഓക്കെ, രാഹുൽ രാജീവ് ചെയ്തിനെ ഇത്? സാർ കുറച്ച് ചെയ്യാൻ.
വിഷ്ണു എ പി യെസ് സർ. ചെയ്തിട്ടുണ്ടോ ഇത്? ആ സർ. ആൻസേഴ്സ് ഇത് തന്നെ വരുന്നത്. ഓൾമോസ്റ്റ് സെയിം. വിഷ്ണു മാധവൻ. വിഷ്ണു മാധവൻ സർ. ചെയ്തിനാ? ഹലോ. ചെയ്തിട്ടുണ്ടോ ഇത്? ചെയ്തിരുന്നോ? ആ ഹാ ഹാ ഹാ. ആൻസർ ഇതൊക്കെ വരുന്നത്. ഇതൊക്കെയാണോ ആൻസേഴ്സ് കിട്ടുന്നത്? ആൻസേഴ്സ് ഇത് തന്നെയാണോ കിട്ടുന്നത്? ഹലോ. ആ ഹാ ഹാ. ഓൾമോസ്റ്റ്. ആദർശ് മനോഹർ ചെയ്തിനാ? ഇന്നലെ ഉണ്ടായി. ശരി. The next topic that we have to discuss is related to the suction and delivery pipes. നമ്മൾ ഇതുവരെ what we have found out were totally the discharge അല്ലെങ്കിൽ ഫോഴ്സ് റിക്വയർഡ്, പിന്നെ റിലേറ്റഡ് ടു സ്ലിപ്പ്, പിന്നെ മിനിമം പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ പമ്പ്. ഈ ഡാറ്റാസ് ഒക്കെ we have gone through. Now, see, the water is being sucked through the suction pipe and it is being worked upon in the cylinder and delivered through the delivery pipe. So now ഈ ഡെലിവറി പൈപ്പിലും സക്ഷൻ പൈപ്പിലും ഉണ്ടാകുന്ന certain factors that may affect the performances, okay, of the pump. അതുമായി റിലേറ്റ് ചെയ്ത ടോപ്പിക്സ് ആണ് ഇനി അങ്ങോട്ട് നോക്കാൻ. അതിൽ initially certain topics we have to discuss. Now, why do we have to discuss those topics? Is the main reason is we have to understand indicator diagrams. Indicator diagrams നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാൻ. Now, സെൻട്രിഫ്യൂഗൽ പമ്പ് അല്ലെങ്കിൽ ടർബൈൻ, ഈ പ്രീവിയസ് മൊഡ്യൂൾസിലെ ഈ ടോപ്പിക്കുകളിൽ ക്യാരക്ടറിസ്റ്റിക്സ് കർവ്സ്, നമ്മൾ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് കർവ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്ലോട്ട് ഓഫ് എന്താ പറയാ, ഡിഫറെന്റ് ഹെഡ്സ് വിത്ത് റെസ്പെക്ട് ടു സ്പീഡ്, അല്ലെങ്കിൽ എഫിഷ്യൻസി വിത്ത് റെസ്പെക്ട് ടു സ്പീഡ്, പവർ വിത്ത് റെസ്പെക്ട് ടു സ്പീഡ്, അതുപോലെ തന്നെ ഈ വാല്യൂസ് ഒക്കെ വിത്ത് റെസ്പെക്ട് ടു ഡിസ്ചാർജ്, ഇങ്ങനത്തെ കുറെ ഗ്രാഫ് പഠിച്ചു. If those characteristics curves were one of the main sections related to turbines and centrifugal pumps, reciprocating complete വരുന്നു. അതുപോലത്തെ graphical representation is known as indicator diagram, similar to those content. The indicator diagram basically has two sections. One is ideal indicator diagram, actual indicator diagram. Now, indicator diagram basically എന്താണെന്ന് പറഞ്ഞാൽ pressure head versus stroke length. Pressure heads related to the water being pumped through the suction pipe, worked on in the cylinder and delivered through the delivery pipe. അതിലൂടെയൊക്കെ പോകുമ്പോഴുള്ള pressure head versus stroke length. Stroke length എന്ന് പറഞ്ഞാൽ piston left നിന്ന് റൈറ്റിലേക്ക്, റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക്. അതായത് ഡ്യൂറിംഗ് ദ സക്ഷൻ സ്ട്രോക്ക്, ഡ്യൂറിംഗ് ദ ഡെലിവറി സ്ട്രോക്ക്, പിസ്റ്റന്റെ മൂവ്മെന്റ് റിലേറ്റ് ചെയ്ത് വരക്കുന്ന ഈ പ്ലോട്ടിനെ യൂഷ്വലി കോൾഡ് ആസ് ഇൻഡിക്കേറ്റർ ഡയഗ്രം. ആ ഇൻഡിക്കേറ്റർ ഐഡിയൽ ഇൻഡിക്കേറ്റർ ഡയഗ്രം ഉണ്ട്, ആക്ച്വൽ ഇൻഡിക്കേറ്റർ ഡയഗ്രം. So if you want to know or study about indicator diagram, ആദ്യം നമുക്ക് പ്രഷർ ഹെഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ. ഈ പ്രഷർ ഹെഡ്സ് മനസ്സിലാക്കിയാൽ ആ പ്രഷർ ഹെഡ്സിൽ ഡ്യൂ ടു certain factors affecting the flow of liquid through the suction and delivery pipes, there happens to be certain variation in the pressure heads. അപ്പോൾ ആ വേരിയേഷൻസ് എന്താണെന്ന് പഠിക്കണം. And due to what reasons does those
ഹലോ, കേൾക്കുന്നുണ്ടോ? Yes, sir. Okay. So these factors that affect the pressure heads within the suction pipe and delivery pipe, and what are the factors that will be influencing these pressure heads? ആ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ we can go to the indicator diagram. Okay. So initially, let us discuss about those factors. Those factors എന്ന് വെച്ചാൽ basically, see, liquid is flowing through the suction and delivery pipes. So definitely from the very first topic in fluid machinery, that is impact of the tool, we are discussing about, or we are observing the variation in flow of water through the pipes. So the velocities of flow or velocities of the liquid flowing through the suction pipe and delivery pipe will be affecting the pressure heads in certain manners. So flowing fluid ayadondu the liquid is in motion. So definitely it will acquire velocity as well as accelerations. So initially, let us look upon the variation of velocity and acceleration in the suction and delivery pipe due to the acceleration in the piston. എങ്ങനെയാണ് ഈ ഡെലിവറി പൈപ്പിലൊക്കെ വെലോസിറ്റിന്റെ ആക്സിലറേഷന്റെ എഫക്ട് ഉണ്ടാകുന്നത്? ഓൺലി ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് ദി പിസ്റ്റൺ ആണല്ലേ. പിസ്റ്റന്റെ ആക്ഷൻ കൊണ്ടാണ് ഡെലിവറി പൈപ്പിലേക്ക് വെള്ളം പോകുന്നത്. So definitely the acceleration or the changes in acceleration, variation of acceleration of the piston will affect the velocity and accelerations of the water flowing through the suction and delivery pipes. അതിനൊരു എഫക്ട് ഉണ്ടാവും. For example, I'll discuss the topic. എന്തൊക്കെയാണ് ഇതിൽ വരുന്ന വേരിയേഷൻസ് എന്നുള്ളത് we'll discuss now. That's a schematic representation of reciprocating pump. This is the suction pipe, suction valve, delivery valve, delivery pipe. This is the cylinder. Inside the cylinder, we have a piston here. And connected to the piston is the piston rod. And piston is connected to the connecting rod, then to the crank. Now, the crank in the position, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും തിരിച്ച് ഇവിടുന്ന് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്കുമാണ്. So let this be the first initial position. Okay, center ആണ് initial position ആണ്. ഇത് inner dead center ആണ്. And let this be the outer dead center. Okay. In between ഈ point, അതായത് upright position എന്ന് പറഞ്ഞാൽ let this be the position B. And let this be C. തിരിച്ച് വരുമ്പോൾ ഇത് position D ആയിരിക്കും. Okay. Now, when the crank is at OA, piston the position എവിടെയായിരിക്കും? Piston will go to the extreme left. The extreme left position ആണ് piston ഉണ്ടാവുക. When the crank moves from OA to OB, then to OC, ഈ ലെഫ്റ്റ് നിന്ന് piston റൈറ്റിലേക്ക് മൂവ് ചെയ്തു. So ഇത് ഇനീഷ്യൽ പൊസിഷൻ ആണ്.
പിസ്റ്റന്റെ ഇനീഷ്യൽ പൊസിഷൻ അവിടെ ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും. സോ ഈ മൂവ്മെന്റ് ഇടയിലുള്ള ഈ ഒരു ചെറിയ ഡിഫറൻസ് ഇൻ ദ ഡിസ്പ്ലേസ്മെന്റ്, ഈ ചെറിയ ഡിസ്പ്ലേസ്മെന്റ്, അതായത് പിസ്റ്റന്റെ ഈ എൻഡ് മുതൽ പിസ്റ്റൺ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തിട്ടുമ്പോൾ ഈ എൻഡ് വരെ ഈ ഡിസ്റ്റൻസിന് എക്സ് എന്ന് മാർക്ക് ചെയ്യും. Marking this distance as x. Let this distance be x. ഈ ഡിസ്റ്റൻസ് x ആണെങ്കിൽ this is equivalent to, and this will be equal to what? Piston OA യിൽ നിന്ന് ഈ പൊസിഷൻ, let this position be E. ഈ പൊസിഷൻ ഞാൻ E എന്ന് വിളിക്കുന്നു. OA യിൽ നിന്ന് OE യിലേക്ക് എത്തുമ്പോഴുള്ള മോഷൻ ആണ് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള പിസ്റ്റന്റെ ലീനിയർ മോഷൻ. സോ ലെറ്റ് ദിസ് ഡിസ്റ്റൻസ് ബി ഈക്വൽ ടു എക്സ്. ഇത് എക്സ് തന്നെയാണ്. ഇത് എക്സ് ആണെങ്കിൽ ഇതേ മോഷൻ എക്സ് ആണ്. ഓക്കെ, ഈ ക്രാങ്കിന്റെ ലെങ്ത് let it be r and let this angle be theta. And this is, the crank is rotating from OA through OB to OC, then OD to OA. That's the direction of motion. Angular velocity of crank omega ആയിട്ട് എടുക്കും. സോ നമുക്ക് ഇതിലിപ്പം തീറ്റ എന്താണെന്ന് അറിയാം, ആർ എന്താണെന്ന് അറിയാം, ഒമേഗ എന്താണെന്ന് അറിയാം, എൻ ക്യാപിറ്റൽ എൻ എന്താണ്. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ സ്പീഡിന്റെ RPM ആണ്. RPM സ്പീഡാണ്. ഈ ടെർമിനോളജീസ് എല്ലാം അറിയാം. സിമിലർലി ലെറ്റ് എ ബി ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ സിലിണ്ടർ അല്ലെങ്കിൽ പിസ്റ്റൺ ഇന്നർ ഏരിയ. ബി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് പിസ്റ്റൺ ആണ്. And now let AS എന്ന് പറഞ്ഞൊരു ഏരിയ, ചിലപ്പോൾ AS എന്നുണ്ടാവും, ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഇതിനെ സ്മോൾ a ആയിട്ടും കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, AS is the area of the suction pipe. ഇതാണ് suction pipe. Suction pipe-ന്റെ ഏരിയ ആണ് AS. A suffix D. Let this be the area of the delivery pipe. അങ്ങനെയാണെങ്കിൽ let DS be the diameter of the suction pipe. D suffix D be the diameter of the delivery pipe. Correspondingly, let LS be the length of the suction pipe. LD be the length of the delivery pipe. Rho എന്ന് പറഞ്ഞാൽ density of the flowing liquid, water on the 1000. It is a constant one. Then G എന്ന് പറഞ്ഞ acceleration due to gravity ആണ്. All these terms നമുക്ക് അറിയാം. ഓക്കെ, ഇതിൽ പുതുതായിട്ട് വരുന്ന ടേം AS, AD, BS, BD, LS, LD. ഈ ടെർമിനോളജീസ് ആണ് ന്യൂ ടേംസ്. If this is E, then this point be F. Is F on there. If you look at the crank side, what can we write about the AF? AF normal OA minus OF1. What is OA? OA എന്ന് പറഞ്ഞാൽ OA is equal to OE is equal to crank length R. OF എന്തായിരിക്കും? Look at this right triangle. OEF എന്നുള്ള right triangle. OF will be R cos theta. So AF is equal to nothing but R minus R cos theta. What is AF? AF എന്ന് പറഞ്ഞാൽ X ആണ്. EX ഉം same ആണ്. So basically, if you look at this side, what does X represent? X represents the displacement of the piston. അതായത് ക്രാങ്ക് തീറ്റ എന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എടുക്കുമ്പോൾ
piston x എന്ന ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് എടുക്കുന്നു. സോ നമ്മളിപ്പോ എഴുതിയ എന്താണ്? എക്സ് can be the relation between the linear displacement of piston with respect to the angular displacement of the crank area. If this is displacement of piston, velocity of piston എന്തായിരിക്കും? ഇത് നമുക്ക് വേറെ രീതിയിൽ എഴുതാം. This can be written as r minus r cos omega t എന്ന് എഴുതാം. കാരണം theta can be equated as omega t. Angular displacement theta എന്ന് പറഞ്ഞാൽ angular displacement. So displacement distance is equal to velocity into time. So ഇത് angular displacement and angular velocity into time. Theta is equal to omega t. So r is equal to r minus r cos omega t എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ v velocity നമുക്ക് എങ്ങനെ എഴുതാം? v by dt of r minus r cos omega t. What will be the value? This will be 0 minus r cos omega t എന്തായിരിക്കും? omega വരും into r വരും. cos എന്തായിരിക്കും? minus sin omega t. So v is equal to nothing but r omega sin omega t. ഒന്നുകിൽ ഇതിന് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇതിന് നേരെ മറിച്ച് ഇങ്ങനെ എഴുതാം. ഇത് ഈക്വൽ ടു r omega sin theta. This is the equation for velocity. Now, ഈ വെലോസിറ്റിയിലേക്ക് നമ്മൾ അറൈവ് ആയത് എങ്ങനെയാണ്? We started by writing a governing equation for the displacement x of the piston. Now, if you observe carefully, see, we can observe that the liquid is closely within the cylinder. Suction pipe load the liquid cylinder. That particular amount of liquid is closely following the piston. Piston the wood then follow the product. The expression for velocity of piston can be regarded same as that of the expression for velocity of the liquid in the cylinder. Piston velocity v is equal to r omega sin omega t ആണെങ്കിൽ സെയിം വെലോസിറ്റി തന്നെയാണ് എന്തെന്ന് വെലോസിറ്റി ഓഫ് വാട്ടർ ഇൻ ദ സിലിണ്ടർ. സിലിണ്ടറിന്റെ ഉള്ളിലെ വെള്ളത്തിനും സെയിം വെലോസിറ്റിയാണ്. That means this expression is equal to velocity of liquid flowing in the cylinder. മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? Yes, sir. So V is the expression for what? Velocity of liquid flowing in the cylinder. Equation നമുക്ക് വേറൊന്നും കൂടി മനസ്സിലാക്കാം. This equation gives us the variation of velocity of slider or piston with respect to the crank angle theta for a constant angular velocity omega and the crank length r. ആ റിലേഷൻ കൂടി നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. So V എന്ന് പറഞ്ഞാൽ velocity of piston ആണ്. The variation of velocity of piston with respect to crank angle theta for a constant omega angular velocity and a constant r crank length. This same V is equal to the velocity of liquid which is flowing within the cylinder. അതിനും ഇതേ എക്സ്പ്രഷൻ ആണ്. സോ ഈ എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് 1 എന്ന് എഴുതിയെടുക്കുക. ഈ എക്സ്പ്രഷന്റെ ബേസിലാണ് നമ്മൾ ഇനി എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Now, if you check the figure carefully, see when the crank starts rotating, the piston moves forward and backward in the cylinder. At the extreme left and right positions of the cylinder, velocity of piston 0 ആയിരിക്കും. Extreme left and right velocity 0 ആയിരിക്കും. Extreme left theta 0 ആയിരിക്കും. So sin theta
ഈ തീറ്റയിൽ 0 കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? The total value will be zero. Extreme right പൊസിഷനിലാണെങ്കിലോ theta will be 180 degree. Again 0. Now when the crank reaches the middle position, theta 90 degree ആണെങ്കിൽ what happens? The velocity of piston will be maximum. ഈ സെന്ററിൽ എത്തുമ്പോഴായിരിക്കും വെലോസിറ്റി മാക്സിമം. കാരണം ഇവിടെ ആംഗിൾ 90 ഡിഗ്രി വരും. This means that at the start of a stroke, അതായത് maybe starting of stroke എന്ന് പറഞ്ഞാൽ സക്ഷൻ സ്ട്രോക്കിന് സ്റ്റാർട്ടിംഗ് ആവും, ഡെലിവറിന്റെ സ്റ്റാർട്ടിംഗ് ആവും. അതായത് സക്ഷൻ സ്ട്രോക്കിന് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ 0 തീറ്റ 0 ഡിഗ്രി. അത് ഇങ്ങോട്ട് പോയി തീറ്റ 180 എത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? സക്ഷൻ കംപ്ലീറ്റ് ആണ്. അതേ മൊമെന്റിലാണ് ഡെലിവറി സ്ട്രോക്ക് ബിഗിൻ ചെയ്യുന്നത്. So at the start of each of the stroke, the velocity of piston is 0, and this velocity becomes maximum at the center of each stroke, and again becomes 0 at the end of each stroke. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? വെലോസിറ്റി 0 ആവുന്ന സമയത്ത് വാട്ട് ഷുഡ് ഹാപ്പൺ? ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് സ്ട്രോക്കിലാണ് വെലോസിറ്റി 0 ആകുന്നത്, അല്ലെ? അപ്പൊ വെലോസിറ്റി 0 ആകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആക്സിലറേഷൻ എന്തായിരിക്കണം? ഹൈ ആക്സിലറേഷൻ ആയിരിക്കണം, അല്ലെ? അതായത് തിയറിറ്റിക്കലി സ്പീക്കിംഗ് നമുക്ക് ഒരിക്കലും ഒരു സാധനം 0 എന്ന് ഒറ്റയടിക്കൊന്ന് വെലോസിറ്റി ഇത്ര വാല്യൂയിലേക്ക് എത്തിച്ചിട്ട് അങ്ങ് പോകാൻ പറ്റില്ല. 0 എന്ന് ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അത്രയും ഹൈ ആക്സിലറേഷൻ കൊടുക്കണം. So at the beginning of stroke, the piston should have a certain amount of high acceleration, and at the end of stroke, പെട്ടെന്ന് ഒറ്റയടിക്ക് ഒരു സ്വിച്ച് ഇട്ടവരെ നമുക്ക് നിർത്താനും കഴിയില്ല. സോ ഈ ഹൈ സ്പീഡിൽ വരുന്ന പിസ്റ്റണിനെ ഈ സെക്ഷനിൽ എത്തുമ്പോൾ സ്റ്റോപ്പ് ആക്കണമെങ്കിൽ there should be high amount of retardation. ആക്സിലറേഷന്റെ നെഗറ്റീവ് എഫക്ട്, റിട്ടാർഡേഷൻ should be given. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. Correspondingly, when we find out ഇനി ഈ വെലോസിറ്റി എന്ന് നമ്മൾ അടുത്ത ആക്സിലറേഷൻ ഓഫ് പിസ്റ്റൺ ഡ്യൂറിങ് സ്റ്റാർട്ടിങ്, ആക്സിലറേഷൻ ഓഫ് പിസ്റ്റൺ ഡ്യൂറിങ് എൻഡ് ഒക്കെ കണ്ടുപിടിച്ചാലും ഇൻ എഫക്ട് നമ്മൾ ചെയ്യുന്ന എന്താണ്? വി ആർ ഫൈൻഡിങ് ഔട്ട് ദി ആക്സിലറേഷൻ ഓഫ് ദ ഫ്ലോയിങ് ലിക്വിഡ് ഇൻ ദ സിലിണ്ടർ. കാരണം പിസ്റ്റണിനെ ക്ലോസ്ലി ഫോളോ ചെയ്യുന്ന ആണ് ലിക്വിഡ്. സോ ഇതുമായി റിലേറ്റ് ചെയ്ത് ഡാറ്റാസ് കണ്ടുപിടിക്കും. അതൊക്കെ ആപ്ലിക്കബിൾ ഫോർ ദ ഫ്ലോയിങ് ലിക്വിഡ് ഇൻ ദ സിലിണ്ടർ കൂടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. That means the water which is flowing from the suction pipe or water which is flowing to the delivery pipe will have an acceleration at the beginning of each stroke and a retardation at the end of each stroke. ആ വെള്ളത്തിനും ഉണ്ടാവും ആക്സിലറേഷൻ, റിട്ടാർഡേഷൻ. This means that the velocity of flow of water in the suction and delivery pipe will not be uniform. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ വെലോസിറ്റി ഇതാണെങ്കിൽ അതേ വെലോസിറ്റി തന്നെ ഇവിടെ ആയിക്കൂടെ എന്ന് ചിന്തിക്കാം. പക്ഷെ ഈ ഒരു ഫാക്ടർ കൊണ്ടാണ് velocity of water flow in the suction pipe and velocity of flow in the delivery pipe will be different. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. Okay. ഇത് യൂണിഫോം അല്ലാത്തത് കൊണ്ട് തന്നെ an accelerative or retarding head will be acting on the water. സക്ഷൻ പൈപ്പിലുള്ള വാട്ടറിന്റെ വെലോസിറ്റിയും ഡെലിവറി പൈപ്പിലുള്ള വാട്ടറിന്റെ വെലോസിറ്റിയും നോൺ യൂണിഫോം ആണ്, ഈക്വൽ അല്ല. ഈക്വൽ അല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ എന്താ ഒരു എഫക്റ്റ് ഓഫ് ഹെഡ് ഉണ്ടാവും. ഒരു ആക്സിലറേഷൻ ഹെഡും ഉണ്ടാവും, ഒരു റിട്ടാർഡേഷൻ ഹെഡും ഉണ്ടാവും. ദിസ് ആക്സിലറേഷൻ ഓർ റിട്ടാർഡേഷൻ ഹെഡ് വിൽ ചേഞ്ച് ദ പ്രഷർ ഇൻസൈഡ് ദ സിലിണ്ടർ. ഈ ഹെഡ് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സിലിണ്ടറിനുള്ളിലെ പ്രഷർ ഇതിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. Is it clear? Yes, sir. So ഈ കൺസെപ്റ്റ് ക്ലിയർ ആയോ? കൺസെപ്റ്റ് ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനുള്ള പ്രഷർ ഡിഫറൻസ് വരുന്നതുകൊണ്ടാണ് ഡ്യൂ ടു ദ acceleration and retardation heads developed in the suction pipe and delivery pipe. അങ്ങനെ രണ്ട് ഹെഡ് ഡെവലപ്പ് ആകാനുള്ള റീസൺ എന്താ? വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻ ദ സക്ഷൻ പൈപ്പ് ആൻഡ് വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻ ദ ഡെലിവറി പൈപ്പ് വിൽ ബി ഡിഫറെന്റ്. സോ ഇതൊക്കെ മനസ്സിലാക്കേണ്ടെങ്കിൽ we have to get the values of velocity of water through the suction pipe as well as delivery pipe.
ഇതിലൂടെയുള്ള വെലോസിറ്റി ഓഫ് വാട്ടറും കൂടി നമുക്ക് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇസ് വി ആർ ഗോയിങ് ടു റിവേർട്ട് ബാക്ക് ടു അവർ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. നമ്മുടെ പഴയ കണ്ടിന്യൂറ്റി ഇക്വേഷനിലേക്ക് നമ്മൾ തിരിച്ചു പോകും. നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷനിലേക്ക് പോയാൽ നമുക്ക് ഇവിടെ ഹൗ ക്യാൻ വി അപ്ലൈ ദ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഹിയർ ഇൻ ദിസ് സിനാരിയോ? അതായത് ദ വോളിയം ഓഫ് വാട്ടർ ഫ്ലോയിങ് ഇൻ ടു ദ സിലിണ്ടർ പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ ഫ്ലോയിങ് ഫ്രം ദ പൈപ്പ്. സക്ഷൻ സൈഡ് എടുത്തിട്ട് സക്ഷൻ പൈപ്പ് നിന്ന് സിലിണ്ടറിലേക്ക് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് വോളിയം ഓഫ് വാട്ടർ ഫ്ലോയിങ് ഇൻ ടു ദ സിലിണ്ടർ പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ ഫ്ലോയിങ് ഫ്രം ദ പൈപ്പ് പെർ സെക്കൻഡ്. മനസ്സിലാകുന്നുണ്ടോ? Yes, sir. നമ്മൾ വെള്ളമാണ് കൺസിഡർ ചെയ്യുന്നത്. വാട്ടർ ഈസ് എൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. സോ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ റോ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന കൺസെപ്റ്റാണ് പോകുന്നത്. അതുകൊണ്ട് റോ കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ എന്ത് ചിന്തിച്ചാൽ മതി? ഏരിയ ഇൻറ്റു വോളിയം ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് മാത്രമല്ല ആലോചിച്ചാൽ മതി. റോ ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് റോ ഇതിൽ വി ഷുഡ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട്. ദർ ഇസ് നോ നീഡ് ടു അക്കൗണ്ട് അബൌട്ട് റോ. കാരണം ദിസ് ഈസ് എൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. കംപ്രസിബിൾ ഫ്ലൂയിഡ് ആണെങ്കിൽ ഡെൻസിറ്റിയിൽ വാല്യൂ വരും, ചേഞ്ച് വരും. ഇത് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആയതുകൊണ്ട് റോ കോൺസ്റ്റന്റ് ആണ് എന്നാണ് എടുക്കുന്നത്. സോ എ വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന കൺസെപ്റ്റ് മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ, ദാറ്റ് മീൻസ് ഈ എ വി എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്തായി മാറും? ഇനിയിപ്പം this should be equal to the product of area of suction pipe into volume of suction pipe should be equal to area of delivery pipe into volume of delivery pipe. That's the constant area. So here AS is the area of suction pipe, BS is the sorry. ഇത് എ വി എന്ന് പറഞ്ഞാൽ വോളിയമാണ്. സോ ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. വോളിയം അല്ല പറഞ്ഞാൽ വെലോസിറ്റി ആണ്. സോ എ എസ് ഈസ് ഏരിയ ഓഫ് സെക്ഷൻ പൈപ്പ്, ബി എസ് വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻ സെക്ഷൻ പൈപ്പ്, എ ഡി ഈസ് ഏരിയ ഓഫ് ഡെലിവറി പൈപ്പ്, ബി ഡി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലിക്വിഡ് ഇൻ ദ ഡെലിവറി പൈപ്പ്. സോ ദിസ് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. മനസ്സിലാകുന്നുണ്ടോ? So ഇതിൽ ഈ ഫസ്റ്റ് പാർട്ട് എടുത്താൽ നമുക്ക് we can write about VS as VS will be equal to what? A divided by AS multiplied by B. V already നമുക്കറിയാം എന്താണ്? A divided by AS into R omega sin omega t അല്ലെങ്കിൽ sin theta. Similarly velocity V എന്തായിരിക്കണം? A by AD എന്നാണ്. R omega sin omega. These are the relations for what? Velocity of water in the suction and delivery pipes. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? Yes, sir. So ഈ equations important ആണ്. ഈ ഒമേഗ ടിക്ക് പകരം നമുക്ക് സൈൻ ടിക്ക് പകരം സൈൻ തീറ്റ എന്ന് എഴുതാം. ഇവിടെയും സൈൻ തീറ്റ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ടു at the starting of stroke and ending of stroke? എന്താ സംഭവിക്കുന്നത്? നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തപോലെ തന്നെ വെലോസിറ്റി ഓഫ് വാട്ടർ ഇൻ ദ സക്ഷൻ പൈപ്പ് എന്താണ്? തീറ്റ ഈസ് ഈക്വൽ ടു 0 ആണ് സ്റ്റാർട്ടിങ്. ആ സമയത്ത് എന്താണ്? വെലോസിറ്റി ഓഫ് സക്ഷൻ വാട്ടർ ഇൻ ദ സക്ഷൻ പൈപ്പ് 0 ആണ് അല്ലേ? സിമിലർലി തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഡെലിവറി പൈപ്പിലുള്ളതും 0 ആണ് വെലോസിറ്റി. സോ ഡെലിവറി പൈപ്പിലാണെങ്കിൽ സൈൻ തീറ്റ ഇവിടെ തീറ്റ 180 ആയിരിക്കും. കാരണം അന്നേരം ഡെലിവറി സ്ട്രോക്ക് തുടങ്ങും.
വി എസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റാർട്ടിംഗ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ഇസിക്കൽ ടു 0 എടുക്കാം. ബട്ട് ഇത് ടുവേർഡ്സ് ദ മിഡിൽ ക്രാങ്ക് റിവോൾവ് ചെയ്ത് മിഡിൽ എത്തും. അതായത് പിസ്റ്റന്റെ മിഡിൽ എന്ന് പറഞ്ഞാൽ തീറ്റ ഷുഡ് ബി 90 ഡിഗ്രി. തീറ്റ 90 ആകുമ്പോൾ എന്താ സംഭവിക്കുക? വി എസ് മാക്സിമം. തീറ്റ ഇസിക്കൽ 90 ഡിഗ്രി മിഡിൽ ഓഫ് ദ സ്ട്രോക്ക് ആണെങ്കിൽ what happens to VS? VS എന്താണ്? VS മാക്സ് ആവും. അതേപോലെ തന്നെ തീറ്റ 270 ഡിഗ്രി 270 ഡിഗ്രി കറങ്ങി ഇപ്പുറത്തെത്തും. ഇവിടെ എത്തുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും മിഡിലാവും. എന്നാലും ഈ ഡെലിവറി ഉണ്ടാവും മാക്സ്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. മനസ്സിലാവുന്നുണ്ട് ഈ പറയുന്നത്? ക്ലിയർ ആണോ? ഞാൻ അറ്റൻഡൻസ് എടുക്കട്ടെ. വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ആർ. 10:20 വരെ അല്ലേ ഈ അവർ? Yes, sir.